Hello my dear students, welcome to Learner's World. In this video I am going to talk about Unit 3 Models of Disability. Types of models of disability. First one is individual model of disability. The problem of disability lies within the individual. Individual model of disability refers to difficulties faced by people are a direct result of their individual. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രോബ്ലം ഓഫ് ഡിസബിലിറ്റി ആ ഒരു ഇൻഡിവിജ്വൽ ആ ഒരു ഡിസാബിൾഡ് പേഴ്സണിന് അർപ്പിതമാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഡിസാബിൾഡ് പേഴ്സൺ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഡിഫിക്കൽട്ടീസ് എല്ലാം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിവിജ്വലിനാണ്, ആ ഒരു ഡിസാബിൾഡ് പേഴ്സണ് മാത്രമാണ്. അല്ലാതെ സൊസൈറ്റിയോ അതർ ഫാക്ടേഴ്സൊന്നും ഇതിന് റെസ്പോൺസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഇൻഡിവിജ്വൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. Then characteristics of individual model of disability. The disabled person is only responsible for any kind of discrimination. അതായത് ഈ ഡിസബിലിറ്റി മൂലം എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഉത്തരവാദിയായിട്ടുള്ളത് ഈ ഒരു ഡിസാബിൾഡ് പേഴ്സൺ ആണ്, ഈ ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ്, അല്ലാതെ സൊസൈറ്റിയോ അതർ ഫാക്ടേഴ്സോ ഒന്നും അല്ല എന്നാണ് ഈ ഒരു മോഡൽ ഓഫ് ഡിസബിലിറ്റിയിൽ പറയുന്നത്. ഇൻഡിവിജ്വൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി റെക്കമെൻഡ്സ് കെയറിങ് ആൻഡ് സപ്പോർട്ടിങ് ദ ഡിസാബിൾഡ് ഇൻസ്റ്റെഡ് ഓഫ് ട്രീറ്റിംഗ് ഓർ ക്യൂറിങ് ദം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡലിൽ പറയുന്നത് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഡിസാബിൾഡ് ആയിട്ടുള്ള ആൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് കെയറിങ്ങും സപ്പോർട്ടും മാത്രമാണ്, അല്ലാതെ എന്തല്ല അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ക്യൂർ ചെയ്യുകയോ ഒന്നും ചെയ്യല്ല വേണ്ടത്. അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? അവർക്ക് കൊടുക്കേണ്ടത് കെയറിങ്ങും സപ്പോർട്ടും മാത്രമാണ് എന്നാണ് ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ ഓഫ് ഡിസബിലിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത്. Individual model states that disability is resulting from functional limitations or mental disorders of individual. അപ്പോൾ ഈ ഒരു മോഡൽ പറയുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ ഇൻഡിവിജ്വൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി പറയുന്നത് ഈ ഒരു ഡിസബിലിറ്റി ഉണ്ടാകുന്നത് ആ ഒരു ഡിസാബിൾഡ് പേഴ്സണിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫങ്ഷണൽ ലിമിറ്റേഷൻസ് മൂലം അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡേഴ്സ് മൂലമൊക്കെയാണ് ഈ ഒരു ഡിസബിലിറ്റി ഉണ്ടാകുന്നത്. ആ ഒരു ഇൻഡിവിജ്വലിൽ അർപ്പിതമാണ് ആ ഒരു ഡിസബിലിറ്റി. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിവിജ്വലാണ് എന്നുള്ളതാണ് ഈ ഒരു ഇൻഡിവിജ്വൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി പറയുന്നത്. The limitations of individual model of disability. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. It makes the individual responsible for his or her disability and totally ignores the responsibility of the society. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡലിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇതിൽ പറയുന്നത് ഈ ഒരു ഡിസബിലിറ്റിയുടെ പൂർണ്ണ ഉത്തരവാദി ആ ഒരു ഡിസാബിൾഡ് പേഴ്സൺ ആണ്, ആ ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ്. സൊസൈറ്റിക്ക് ഇതിനൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് സൊസൈറ്റിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരവസ്ഥ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് എന്നാണ് പറയുന്നത്. Then another limitation is the solution for the problems of disabled persons according to this model lies in segregating the disabled from the normal people and taking care of them. This is against the democratic principles of the present day world. Another limitation എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഡിസാബിൾഡ് പേഴ്സൻ്റെ ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഇവർ കണ്ടെത്തിയിരിക്കുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? അതായത് ഈ ഒരു ഡിസാബിൾഡ് പേഴ്സണെ നോർമൽ നോർമൽ പേഴ്സണിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്യുക, മാറ്റി നിർത്തപ്പെടുക. ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോർമൽ പേഴ്സണിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന ആ ഒരു അവസ്ഥ, അവരെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതി ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളിന് എതിരാണ്. നമ്മളുടെ ഈ ഒരു പ്രസൻറ്റ് ഡേ വേൾഡിൽ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളിന് എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡലിൻ്റെ ലിമിറ്റേഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, this model considers disabled people as inferior to others and as such develop a negative attitude in the society. അതുപോലെ അനദർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു മോഡൽ ഡിസാബിൾഡ് പേഴ്സണെ ഇൻഫീരിയർ ആയിട്ടാണ് കാണുന്നത്, മറ്റുള്ളവരിൽ നിന്ന്, നോർമൽ പീപ്പിൾസിൽ നിന്ന് ഇൻഫീരിയർ ആയിട്ടാണ് ഡിസാബിൾഡ് പേഴ്സണെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഇതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ
സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ലിമിറ്റേഷനാണ്. ദെൻ ദ മോഡൽ ഇഗ്നോർസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ടു അഡ്രസ് ദ ഇഷ്യൂസ് ഓഫ് ദ ഡിസാബിൾഡ്. അത് നമ്മളിത് ഓൾറെഡി പറഞ്ഞു. അതായത് ഈ ഒരു മോഡൽ സൊസൈറ്റീനെയും സ്റ്റേറ്റിനെയും ഒക്കെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഡിസാബിൾഡ് പേഴ്സൻ്റെ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്നതിൽ നിന്ന് സ്റ്റേറ്റിൻ്റെയും സൊസൈറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദിസ് മോഡൽ ഡസ് നോട്ട് ഓഫർ എനി സജഷൻ ഫോർ മേക്കിംഗ് ദ ഡിസാബിൾഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സോഷ്യൽ ലൈഫ് ഫുള്ളി ലൈക്ക് എനി അതർ നോർമൽ ഇൻഡിവിജ്വൽ ഇൻ ദ സൊസൈറ്റി. അതുപോലെ വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈ ഒരു ഡിസാബിൾഡ് പേഴ്സൺ സൊസൈറ്റിയിൽ നോർമൽ പേഴ്സൺ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, സോഷ്യൽ ലൈഫിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഡിസാബിൾഡ് പേഴ്സണ് അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സജഷനൊന്നും ഓഫർ ചെയ്യുന്നില്ല ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്, അനദർ ലിമിറ്റേഷനാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അനദർ ടൈപ്പ് ഓഫ് model of disability is social model of disability. It is the model of disability that is problem of disability as a socially constructed problem. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ ഓഫ് ഡിസബിലിറ്റിയിൽ പറയുന്നത് പ്രോബ്ലം ഓഫ് ഡിസബിലിറ്റി ആരിൽ അർപ്പിതമാണ്, സോഷ്യലി കൺസ്ട്രക്റ്റഡ് പ്രോബ്ലമാണ് എന്ത് പ്രോബ്ലം ഓഫ് ഡിസബിലിറ്റി എന്നാണ് സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റിയിൽ പറയുന്നത്. ഇൻഡിവിജ്വൽ മോഡലിൽ എന്തായിരുന്നു, പ്രോബ്ലം ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. ഇവിടെ പ്രോബ്ലം ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡിസ്ക്രിമിനേഷൻ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു ഡിസബിലിറ്റിയുടെ കാരണക്കാരാരാണ്, സൊസൈറ്റിയിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻ. ഒരു ഡിസാബിൾഡ് പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ ആ ഒരു പേഴ്സണെ നോർമൽ പീപ്പിൾസിൽ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് സൊസൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സൊസൈറ്റി ആണെന്നാണ് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ ഫേസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഈ തരത്തിലുള്ള ഡിസാബിൾഡ് പേഴ്സൺ സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് മോഡൽ അഡ്വക്കേറ്റ്സ് ദാറ്റ് ദ റിമൂവൽ ഓഫ് ആറ്റിറ്റ്യൂഡിനൽ, ഫിസിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സ് വിൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഡിസാബിൾഡ് പീപ്പിൾ, ഗിവിംഗ് ദം ദ സെയിം ഓപ്പർച്യൂണിറ്റീസ് ആസ് അതർ ഓൺ ആൻ ഇക്വിറ്റബിൾ ബേസിസ്. അപ്പോൾ ഈ ഒരു മോഡലിൽ പറയുന്നത് അതായത് സൊസൈറ്റിയിലെ, അതായത് നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആറ്റിറ്റ്യൂഡിനൽ, ഫിസിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡിസാബിൾഡ് പേഴ്സൻ്റെ ക്വാളിറ്റി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അവർക്ക് നോർമൽ പേഴ്സൻ്റെ പോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നൽകി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകും എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റിയിൽ പറയുന്നത്. ദിസ് മോഡൽ റെക്കമെൻഡ്സ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസാബിൾഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊവൈഡിങ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടു ദ ഡിസാബിൾഡ് ബൈ സെഗ്രിഗേറ്റിംഗ് ദം ഫ്രം ദ നോർമൽ ചിൽഡ്രൻ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നോർമൽ ചിൽഡ്രനും ഡിസാബിൾഡ് ചിൽഡ്രനും ഒരുപോലെ ഇരുന്ന് പഠിക്കുന്ന ഒരവസ്ഥയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാതെ എന്തല്ല സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഇവർ പറയുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഡിസാബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രനെ നോർമൽ ചിൽഡ്രനിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്യുക, അതായത് മാറ്റി നിർത്തുന്ന ആ ഒരു അവസ്ഥ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദിസ് മോഡൽ ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് ഈസ് എ സൊസൈറ്റി വിച്ച് ഹാസ് ടു അണ്ടർഗോ എ ചേഞ്ച് ആൻഡ് നോട്ട് ദ ഇൻഡിവിജ്വൽ വിത്ത് എ ഡിസബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ഇഫ് എ വീൽ ചെയർ യൂസർ cannot use bus, the bus must be redesigned enabling the disabled to use it. അതുപോലെ ഈ ഒരു മോഡൽ ആർഗ്യൂ ചെയ്യുന്നത് ഡിസബിലിറ്റി ഉള്ള ഇൻഡിവിജ്വൽ അല്ല ചേഞ്ചസ് വരുത്തേണ്ടത്, പിന്നെ എന്താണ് ആ സൊസൈറ്റിയാണ് ചേഞ്ചസ് വരുത്തേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, അതായത് ഒരു വീൽ ചെയർ യൂസർ ബസ്സിൽ കയറാൻ അയാൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ
ബസ്സാണ് ആ വീൽ ചെയർ യൂസറിന് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത് ബസ്സാണ് എന്നാണ് പറയുന്നത്. ബസ് മസ്റ്റ് ബി റീഡിസൈൻ ഇനാബിളിങ് ദ ഡിസേബിൾ ടു യൂസ് ഇറ്റ്. അപ്പോൾ ബസ് വീൽ ചെയറൊക്കെ ബസ്സിലോട്ട് കയറാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൊസൈറ്റിയാണ് മാറേണ്ടത്, അല്ലാതെ ഡിസബിലിറ്റി ഉള്ള ആ പേഴ്സൺ അല്ല എന്നാണ് ഈ ഒരു മോഡൽ ആർഗ്യൂ ചെയ്യുന്നത്. ദർ വിൽ ബി നോ ഡിസബിലിറ്റി വിത്തിൻ എ ഫുള്ളി ഡെവലപ്ഡ് സൊസൈറ്റി. അതുപോലെ ഒരു ഫുള്ളി ഡെവലപ്ഡ് സൊസൈറ്റിയിൽ ഡിസബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ലിമിറ്റേഷൻസ് ഓഫ് സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ നമ്പർ ഓഫ് പീപ്പിൾ വിത്ത് ഇമ്പയർമെൻറ്റ് വിൽ റൈസ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ഹാർഡർ ഫോർ ദ സൊസൈറ്റി ടു അഡ്ജസ്റ്റ്. അതായത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്, അതായത് പോപ്പുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇമ്പയർമെൻ്റ് ഉള്ള ആളുകളുടെ നമ്പർ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് അവരെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് എന്നാണ് പറയുന്നത്. ഇത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദെൻ അനദർ ടൈപ്പ് ഓഫ് മോഡൽ ഓഫ് ഡിസബിലിറ്റി ഈസ് മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി. ദ മെഡിക്കൽ മോഡൽ ഹോൾഡ്സ് ദാറ്റ് ഡിസബിലിറ്റി റിസൾട്ട് ഫ്രം ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺസ് physical or mental limitations and is largely unconnected to the social or physical environment. അപ്പോൾ ഈ ഒരു മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി പറയുന്നത്, അവർ ആർഗ്യൂ ചെയ്യുന്നത്, ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫിസിക്കൽ ഓർ മെൻ്റൽ ലിമിറ്റേഷനാണ്, അല്ലാതെ എന്തല്ല സോഷ്യൽ ഓർ ഫിസിക്കൽ എൻവയോൺമെൻ്റ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ ഫിസിക്കൽ ഓർ മെൻ്റൽ ലിമിറ്റേഷനാണ്, അല്ലാതെ സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്നതോ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നതോ ഒന്നുമല്ല എന്നാണ് മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി പറയുന്നത്. Then features of medical model of disability. Disability cannot be cured completely by remedial treatment. The adverse effects of disability could be reduced to some extent by treatment and training. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസബിലിറ്റി മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റിയുടെ ഫീച്ചേഴ്സാണ്. ഡിസബിലിറ്റി നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ കഴിയില്ല ട്രീറ്റ്മെൻറ്റിലൂടെ, പക്ഷേ ഡിസബിലിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി പറയുന്നത്. The source of disability is the impairment in the individual. Therefore, to remove the handicap of the individual, attention should be focused on cure and care of the individual. അപ്പോൾ ഈ ഒരു ഡിസബിലിറ്റിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഇമ്പയർമെൻറ്റ് മൂലമാണ് ഉണ്ടാകുന്നത്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ലിമിറ്റേഷൻ മൂലമാണ് ഇങ്ങനെയുള്ള ഡിസബിലിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്, അവരിൽ അറ്റൻഷൻ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ക്യൂർ ആൻഡ് കെയർ ഓഫ് ദി ഇൻഡിവിജ്വൽ. ഈ രീതിയിലാണ് അവരെ കെയർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്, അവരെ അറ്റൻഷൻ കൊടുക്കേണ്ടത്. ദ ലിമിറ്റേഷൻസ് ഓഫ് മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണുള്ളത്? As this model prescribes segregating and admitting persons with incurable disabilities in rehabilitation institution, it promotes the culture of differentiating the disabled from the normal people. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു മോഡൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സെഗ്രിഗേറ്റിംഗ് ആൻഡ് അഡ്മിറ്റിംഗ് പേഴ്സൺ വിത്ത് ഇൻക്യൂറബിൾ ഡിസബിലിറ്റീസ് ഇൻ റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇങ്ങനെയുള്ള ആളുകളെ സെഗ്രിഗേറ്റ് ചെയ്യുക, ഡിസബിലിറ്റി ഉള്ളവരെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അവരെ സെഗ്രിഗേറ്റ് ചെയ്യുക, അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. It promotes the culture of differentiating the disabled from the normal people. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് ഡിസാബിൾഡ് പേഴ്സണും നോർമൽ പീപ്പിളിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ നമുക്ക് കാണാൻ കഴിയും, പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണെന്നാണ് പറയുന്നത്. As this model is silent on the responsibilities of state and society in addressing the problems of the disabled, this model is criticized in this account. അപ്പോൾ ഈ ഒരു മോഡൽ വേറൊരു ലിമിറ്റേഷനും കൂടെ പറയുന്നുണ്ട്.
ഇവർ സൈലൻ്റ്ലി സൊസൈറ്റിയുടെയും സ്റ്റേറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റിയെ ഇവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതായത് ഡിസബിലിറ്റിയുടെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളുടെ സ്റ്റേറ്റിനെയും സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റീനെയും ഒക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണെന്നാണ് പറയുന്നത്. Then another type of model is NAGI'S model of disability, also known as disablement model. അപ്പോൾ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് disablement model എന്നുള്ളത്. NAGI'S model of disability describe 4 basic elements with regard to disability or rehabilitation they are. അപ്പോൾ NAGI'S model of disability 4 basic elements ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്? Active pathology, impairment, functional limitation and disability. Then what is active pathology? Refers interrupt in our body parts. Active pathology എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പാർട്സിലുണ്ടാകുന്ന തടസ്സങ്ങൾ. ഇറ്റ് ഡിസ്റ്റർബ്സ് അവർ നോർമൽ ലൈഫ്. ഇറ്റ് മേ ബി ഡിസീസ്, ഹെൽത്ത് കണ്ടീഷൻ എക്സെട്ര. ഇത് നമ്മുടെ നോർമൽ ലൈഫിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇത് എന്തെങ്കിലും ഡിസീസസോ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷനോ എന്തുമാകാം. ഇതിനെയാണ് ആക്റ്റീവ് പതോളജി എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഇമ്പയർമെൻറ്റ്? ഇമ്പയർമെൻറ്റ് മീൻസ് എനി ലോസ് ഓർ അബ്നോർമാലിറ്റി ഓഫ് സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ഓർ അനാട്ടമിക്കൽ സ്ട്രക്ചർ ഓർ ഫങ്ഷൻ. അപ്പോൾ ഇമ്പയർമെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി പാർട്സിലുണ്ടാകുന്ന എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റിയാണ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പയർമെൻറ്റ് എന്താണ് എന്നുള്ളതും അതിൻ്റെ കോസസ്, പ്രിവെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ടൈപ്സ്, ഇതൊക്കെ നമ്മളുടെ യൂണിറ്റ് 1 ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫങ്ഷണൽ ലിമിറ്റേഷൻ, ഡെഫിഷ്യൻസി ഓഫ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരാളുടെ പെർഫോമൻസിൽ വരുന്ന ഡെഫിഷ്യൻസി, ഇതാണ് ഫങ്ഷൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിസാബിലിറ്റി, ഡിഫിക്കൽട്ടി ഇൻ അവർ നോർമൽ ഫങ്ഷൻ. Then another type of model is QUEBEC disability production process model. It focuses on the causes and consequences of disease and trauma and other aspects of the development of the person. അപ്പോൾ ഈ QUEBEC ഡിസബിലിറ്റി പ്രൊഡക്ഷൻ പ്രോസസ് മോഡലിൽ പറയുന്നത്, അവർ ഫോക്കസ് ചെയ്യുന്നത് ഡിസബിലിറ്റിയുടെ അല്ലെങ്കിൽ ഡിസീസസിൻ്റെ അല്ലെങ്കിൽ ട്രോമ അല്ലെങ്കിൽ അതർ ആസ്പെക്ട്സ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സൺ, ഇതിൻ്റെ ഒക്കെ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Another type of model is human rights model. This model of disability involves that all people must have equal access of all aspects of social life. No people with disability should be denied. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് മോഡൽ പറയുന്നത് അതായത് എല്ലാ ആളുകൾക്കും ഈക്വൽ ആക്സസ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. അതായത് സോഷ്യൽ ലൈഫിൻ്റെ എല്ലാ തലങ്ങളിലും ഈക്വൽ ആക്സസ് വേണം എല്ലാ ആളുകൾക്കും. ഡിസാബിൾഡ് ആണോ നോർമൽ പീപ്പിൾ ആണോ എന്നൊന്നുമില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ആക്സസ് സോഷ്യൽ ലൈഫിൽ വേണം. അല്ലാതെ ഡിസാബിൾഡ് പേഴ്സൺ ആണ് അവരെ മാറ്റി നിർത്തണം, സൊസൈറ്റിയിൽ നിന്ന്, സോഷ്യൽ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ഒരു ചിന്താഗതിയല്ല ഹ്യൂമൻ റൈറ്റ്സ് മോഡലിനുള്ളത്. എല്ലാവർക്കും ഈക്വൽ ആക്സസ്സിൽ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ് വേണം, പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ഫോക്കസാണ് ഹ്യൂമൻ റൈറ്റ്സ് മോഡലിനുള്ളത്. ഇറ്റ് എംഫസൈസ് ദാറ്റ് ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ നോട്ട് ടു ഡിസ്ക്രിമിനേറ്റ്. നോ പേഴ്സൺ ഷുഡ് ഡിനൈ സോഷ്യൽ ലൈഫ്, ഈക്വാലിറ്റി ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് മോഡൽ എംഫസൈസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ലീഗൽ റൈറ്റ്സ് ആണ്. എന്ത്? നോട്ട് ടു ഡിസ്ക്രിമിനേറ്റ്, അതായത് വിവേചനമില്ലാത്ത. നോ പേഴ്സൺ ഷുഡ് ഡിനൈ സോഷ്യൽ ലൈഫ്, അതായത് ഒരാൾക്കും സോഷ്യൽ ലൈഫ് ഡിനൈ ചെയ്യരുത്. അതുപോലെ ഈക്വാലിറ്റി വേണം എല്ലാവർക്കും. അതുപോലെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഫുൾ പാർട്ടിസിപ്പേഷൻ വേണം. അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ലീഗൽ റൈറ്റ്സ് ആണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് മോഡൽ എംഫസൈസ് ചെയ്യുന്നത്. ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ ഓഫ് 1948. അപ്പോൾ ഈ ഒരു മോഡൽ ബേസ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ ഓഫ് 1948 ആണ്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ പ്രോഗ്രസീവ് ഗവൺമെൻറ് ടു ട്രീറ്റ് എവരി വൺ ഈക്വലി ആൻഡ് ടു പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ. അതായത് ഒരു പ്രോഗ്രസീവ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് എല്ലാവർക്കും
ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോഗ്രസീവ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. ദിസ് മോഡൽ ഈസ് സുപ്പീരിയർ ടു സോഷ്യൽ മോഡലിനേക്കാളും സുപ്പീരിയർ ആണ് ഹ്യൂമൻ റൈറ്റ്സ് മോഡൽ എന്നാണ് പറയുന്നത്. Another type of model is professional model of disability. This model involves a framework in which a professional try to identify the disability using medical model and its limitations, and they take necessary actions or improve the condition of disabled person. അപ്പോൾ പ്രൊഫഷണൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതായത് ഒരു പ്രൊഫഷണൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിസബിലിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുപോലെ മെഡിക്കൽ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ നെസസറി ആക്ഷൻസ് എടുക്കണം, അതെങ്ങനെ ആ ഒരു ഡിസാബിൾഡ് പേഴ്സൻ്റെ കണ്ടീഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ടൈപ്പ് ഓഫ് മോഡലാണ് ഈ ഒരു പ്രൊഫഷണൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സ്പേർട്ട് മോഡൽ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എക്സ്പേർട്ട് മോഡൽ. ദെൻ അനദർ ടൈപ്പ് ഓഫ് മോഡൽ ഈസ് ഫങ്ഷണൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി. ഫങ്ഷണൽ മോഡൽ സീ ഡിസബിലിറ്റി ആസ് എ പ്രോബ്ലം ദാറ്റ് ലിമിറ്റ്സ് എ പേഴ്സൺസ് ഫങ്ഷണൽ കപ്പാസിറ്റി ഓർ പെർഫോമൻസ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡലിൽ പറയുന്നത് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്, അതൊരു പേഴ്സൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി അല്ലെങ്കിൽ പെർഫോമൻസിനൊക്കെ ലിമിറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് എന്നാണ് ഈ ഒരു ഫങ്ഷണൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി പറയുന്നത്. പ്രോബ്ലം കോസ്ഡ് ബൈ ഫിസിക്കൽ, മെഡിക്കൽ, കോഗ്നിറ്റീവ് ഡിഫക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനുള്ള കാരണം മേ ബി ഫിസിക്കൽ, മെഡിക്കൽ ഓർ കോഗ്നിറ്റീവ് ഡിഫക്റ്റ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. Another type of model is transactional model of disability. Transactional model provides a framework or clarifying how the familial and interpersonal factors influence a child's experience of disability. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫ്രെയിം വർക്കാണ്. അതായത് ഒരു ചൈൽഡിൻ്റെ ഡിസബിലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഫാക്ടേഴ്സ്, അതായത് ഫാമിലി, അതുപോലെ ഇൻ്റർപേഴ്സണൽ ഫാക്ടേഴ്സ് എത്രത്തോളം ആ കുട്ടിയുടെ ആ ഡിസാബിൾഡ് ആയിട്ടുള്ള ചൈൽഡിൻ്റെ ആ ഒരു ചൈൽഡിൻ്റെ ഡിസാബിലിറ്റി എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫാക്ടേഴ്സിലൂടെ എന്നാണ് ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയാണെങ്കിലും ആ ഫാമിലി ആ കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് വരുന്നത്. അല്ലെങ്കിൽ ആ കുട്ടി ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ആളുകൾ അവരെ ആ കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിലൂടെയാണ് ആ കുട്ടിയുടെ ഡിസബിലിറ്റി കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ചില ഫാമിലിയിലൊക്കെ ചെറുതായിട്ട് ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഉണ്ടാകും, പക്ഷെ അവർ നല്ല രീതിയിൽ മാനേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ഡിസാബിൾഡ് പേഴ്സൺ ആണ് എന്നുള്ളത് അത്ര ഫീൽ ചെയ്യില്ല, അത്ര എക്സ്പീരിയൻസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. തിരിച്ചുണ്ടാകും, ചില ആളുകൾ ചെറിയ ഡിസബിലിറ്റി ഉണ്ടായാൽ തന്നെ അത് അയാളെ വളരെയധികം സെഗ്രഗേറ്റ് ചെയ്യുകയും അയാൾക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ട ഈ ഒരു ഡിസാബിലിറ്റി വളരെയധികം ഫീൽ ചെയ്യുന്നൊരു അവസ്ഥ അതും ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. Those who are fairly short may not experience any problem in carrying out their daily routine except in grocery store where top shelf items are out of their reach. അതായത് ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരാൾ, പൊക്കം കുറഞ്ഞ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഈ പൊക്കം കുറഞ്ഞ ഒരാൾ അയാൾക്ക് അയാളുടെ ഡെയിലി ലൈഫ് റുട്ടീൻസൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാതെ അയാൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ അയാൾക്ക് എന്ത് കഴിയില്ല, ഈ ഗ്രോസറി സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഷെൽഫിൽ ഒരു ഐറ്റംസ് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ എത്തി വെളിഞ്ഞെടുക്കാൻ ഇയാൾക്ക് കഴിയില്ല. അതൊഴിച്ചാൽ അയാളുടെ ഡെയിലി റുട്ടീൻ ലൈഫിൽ അയാൾക്കൊരു പ്രോബ്ലവും ഇല്ല, അയാൾ ഷോർട്ടായതുകൊണ്ട് എന്നാണ് പറയുന്നത്. ദസ് ഇൻ ദ ഗ്രോസറി ഷോപ്പ് ദെയർ ഹൈറ്റ് ബിക്കംസ് എ ഡിസബിലിറ്റി. അപ്പോൾ ഈ ഒരു ഗ്രോസറി ഷോപ്പിൽ പോയാലാണ് അയാൾക്ക്
അയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസബിലിറ്റി ആയിട്ട് അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എക്സാമ്പിളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡിസാബിൾഡ് പേഴ്സൺ അയാൾക്ക് ചിലപ്പോൾ നോർമൽ ലൈഫിൽ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു പ്രോബ്ലമായിട്ട് അയാളുടെ ഡിസബിലിറ്റി ഒരു പ്രോബ്ലമായിട്ട് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ അയാൾ ഇൻ്ററാക്ട് ചെയ്യുന്നതിലൂടെ അയാളുടെ ഫാമിലിയിലെ അയാളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ അതിലൂടെ അയാൾക്ക് മേ ബി എക്സ്പീരിയൻസ് ചെയ്യാം അയാളുടെ ഡിസബിലിറ്റി എത്രത്തോളം ഉണ്ട്. അല്ലെങ്കിൽ അയാൾ മറ്റുള്ള ആരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നോ അതിലൂടെയൊക്കെ അയാൾക്ക് ഡിസബിലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ. Another model of disability is charity model of disability. This model shows the disabled person as victims of such circumstances they deserving pity, care, protection and support. അപ്പോൾ ഈ ഒരു ചാരിറ്റി മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഡിസാബിൾഡ് പേഴ്സണെ ഒരു വിക്ടിംസ് ആയിട്ടാണ് കാണുന്നത്. അതായത് ആ ഒരു സാഹചര്യം കൊണ്ട് അയാളൊരു വിക്ടിമായതാണ്. ആ ഒരു സർക്കംസ്റ്റാൻസസിൽ അയാളൊരു വിക്ടിമായിട്ടാണ് ഈ ഒരു ചാരിറ്റി മോഡൽ ഓഫ് ഡിസബിലിറ്റിയിൽ കാണുന്നത്. അപ്പോൾ അയാൾ എന്ത് ഡിസേർവ് ചെയ്യുന്നുണ്ട്? പിറ്റി, കെയർ, പ്രൊട്ടക്ഷൻ, സപ്പോർട്ട്, ഇതൊക്കെ ഈ ഒരു ചാരിറ്റി മോഡൽ ഓഫ് ഡിസബിലിറ്റിയിൽ അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദേ സീ ഡിസബിലിറ്റി ഈസ് എ ഡിഫക്റ്റ്. അപ്പോൾ അവർ ഈ ഒരു ചാരിറ്റി മോഡൽ ഓഫ് ഡിസബിലിറ്റിയിൽ ഡിസബിലിറ്റി ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഡിഫക്റ്റ് ഒരു ന്യൂനതയായിട്ട്, പോരായ്മയായിട്ടാണ് കാണുന്നത്. ഓക്കെ. Then another type of model is rehabilitation model of disability. It focuses on the child with disability should make some effort to overcome the disability to a great extent. അപ്പോൾ റീഹാബിലിറ്റേഷൻ മോഡൽ ഓഫ് ഡിസബിലിറ്റിയിൽ പറയുന്നത് അതായത് ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടി സം എഫേർട്ടിലൂടെ ആ കുട്ടിക്ക് ഒരു പരിധി വരെ ആ കുട്ടിയുടെ ഡിസബിലിറ്റി ഓവർകം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദ ഡിസാബിൾഡ് ചിൽഡ്രൻ നീഡ് കെയർ ആൻഡ് സപ്പോർട്ട് സജസ്റ്റഡ് ബൈ ദ പ്രൊഫഷണൽസ്. അപ്പോൾ ഈ ഡിസാബിൾഡ് ചിൽഡ്രന് കെയറും നീഡും ഒക്കെ, അതായത് പ്രൊഫഷണൽസ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ടും കെയറും ഒക്കെ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ടൈപ്സ് ആണുള്ളത്, ടൈപ്സ് ഓഫ് മോഡൽ ഓഫ് ഡിസബിലിറ്റി. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2017 ചോദിച്ചതാണ് എക്സ്പ്ലെയിൻ എനി 3 സ്പെസിഫിക് അഡ്വാൻറ്റേജസ് ഓഫ് മെഡിക്കൽ മോഡൽ ടു ക്യാറ്റർ ദ നീഡ്സ് ഓഫ് ഡിസാബിൾഡ്. അപ്പോൾ മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് 2018 ചോദിച്ചിട്ടുള്ളതാണ് ഡിഫൈൻ മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എക്സ്പ്ലെയിൻ എനി 2 ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ മെഡിക്കൽ മോഡൽ. ഇവിടെയും ചോദിച്ചിട്ടുള്ളത് മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ അതിൻ്റെ 2 അഡ്വാൻറ്റേജസ് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 2019 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇതിൽ ചോദിച്ചിട്ടുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഡിസ്ക്രൈബ് ദ ഇൻഡിവിജ്വൽ മോഡൽ, ഹ്യൂമൻ റൈറ്റ്സ് മോഡൽ ആൻഡ് റീഹാബിലിറ്റേഷൻ മോഡൽ ഓഫ് ഡിസബിലിറ്റി. അപ്പോൾ ഈ ഒരു 3 മോഡലും എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ടൈപ്പ് ഓഫ് മോഡൽ ചോദിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ.